ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് 3 വാക്കുകൾ, നമുക്ക് വളരെ സുപരിചിതമായ വാക്കുകളാണ്. അവയ്ക്ക് പരസ്പരമുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് ദുരാശ, രണ്ടാമത്തേതാണ് നിരാശ, മൂന്നാമത്തേത് വിനാശം. നിരാശ, വിനാശം, ദുരാശ, ഈ 3 പദങ്ങൾ പരിചയമുള്ള പദങ്ങളാണ്. അവയ്ക്ക് തമ്മിൽ എത്രമാത്രം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം, പത്രോസ്ലീഹായുടെ 2-ാമത്തെ ലേഖനമാണ്. അതിൽ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുരാശ മൂലം വരാനിരിക്കുന്നത് വിനാശമാണ്. ദുരാശയും വിനാശവും തമ്മിലുള്ള കണക്ഷൻ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിരാശ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 പദങ്ങൾ അവയ്ക്ക് പരസ്പരം കണക്ഷനുണ്ട്. ദുരാശ മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വിനാശം, അത് ഒഴിവാകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം, സമയം പോലെ 3 മുതൽ 1 വായിച്ചാൽ മതി. അവിടെ നമുക്ക് ഈ വിനാശം ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ദുരാശയെ അലസിപ്പിക്കണം, പുണ്യങ്ങൾ അഭ്യസിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് നിരാശ വരത്തില്ല, തകർച്ച വരത്തില്ല, ആ വിനാശം ഒഴിവാകും എന്നുള്ളത് കർത്താവിൻ്റെ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട് നീഡ്, മറ്റൊരു പദം ഗ്രീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ഗ്രീഡ് എന്ന് പറയുമ്പോൾ ദുരാശ. ഗ്രീഡല്ല, നീഡ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ചിലർക്ക് ആ ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ഗ്രീഡ്, ദുർമോഹം, അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെന്തിൻ്റെ പുറകെ പോയെന്ന് വരും. അത് വിനാശത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കണ്ടു. ദുരാശ മൂലം ലോകത്തിലേക്ക് വരാനിരിക്കുന്ന വിനാശം, നമ്മുടെ ആവശ്യങ്ങൾ അത് നടക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതോ അധ്വാനിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ദുരാശയെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ പോയാൽ അത് നമ്മെ വിനാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 14-15 വചനങ്ങൾ വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാവും. അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ നടത്തേണ്ട ഒരു അബോർഷൻ, അലസിപ്പിക്കേണ്ട ഒരു ഗർഭമുണ്ടെന്ന്. അതാണ് ദുരാശ. അത് നമ്മെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, അത് തൃപ്തിപ്പെടുത്താൻ നമുക്ക് ഒരു പ്രലോഭനം വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എത്രയും വേഗം അലസിപ്പിക്കണം, അത് അബോർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നാം നയിക്കപ്പെടുന്നത് വിനാശത്തിലേക്കാണ് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ ദുരാശയ്ക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ അത് അവസാനം നമ്മളെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കും. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ നമുക്ക് മരണം സംഭവിക്കും എന്നുള്ളത് യാക്കോബ് ശ്ലീഹ ഈ വചനഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് എപ്പോഴും സഹായകനെ ദൈവം വാഗ്ദാനം ചെയ്ത് സഹായവും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14:18 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. നമ്മുടെ ആവശ്യം മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം എടുത്താൽ, ദൈവം നമ്മുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. അത് നമ്മുടെ കടമയാണ്. വലിയ ഔദാര്യമായിട്ട് കാണുന്നതിനേക്കാൾ നമ്മുടെ കടമ ആവശ്യങ്ങളിലിരിക്കുന്നവരെ നാം സഹായിക്കുക. അതിനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മളത് ചെയ്തിരിക്കണം. പ്രഭാഷകൻ 29:21-ാമത്തെ വചനത്തിൽ, പ്രഭാഷകൻ 29-ന്റെ 21-ാമത്തെ വചനം പ്രാഥമിക ആവശ്യങ്ങളെക്കുറിച്ച് വചനം പോലും പഠിപ്പിക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രാഥമിക ആവശ്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിൽ സംതൃപ്തരാകാൻ പഠിക്കണമെന്ന്. ഈ ഒരു കാര്യം 1 തീമോത്തി 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്കതിൽ സംതൃപ്തരാകാം. നമുക്ക് ആഹാരം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ അതിൽ സംതൃപ്തരാകാം. സംതൃപ്തരാകാൻ സാധിക്കുന്നവർക്ക് കെണിയിൽ അകപ്പെടാതിരിക്കാൻ പറ്റും. സംതൃപ്തരാകാതെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനുള്ള പ്രയത്നത്തിലാണ് നമ്മളെങ്കിൽ അത് നമ്മെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഏതാനും വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്, ദുരാശ പാപമാണ്. ഈ ദുരാശ നമ്മുടെ ഉള്ളിൽ കിടന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പോലും അത് ബാധിക്കും. ആ രോഗം ഒഴിവാക്കാൻ നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തരാകാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്, അത് വലിയ നേട്ടമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ബാധിക്കാതിരിക്കും. മാത്രമല്ല നമുക്ക് പ്രാർത്ഥന എളുപ്പമാകും എന്നുള്ളത്
1 തീമോത്തി 6-ാം അധ്യായം 6 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 7-ാം അധ്യായം 5-ാമത്തെ വചനം, റോമ 7-ന്റെ 5 വായിച്ചാൽ അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ദുരാശ എന്ന് പറയുന്നത് ഒരു മരണ സംസ്കാരമാണ്. മരണ സംസ്കാരം ദൈവമക്കൾ ഏറ്റെടുക്കേണ്ടത് മരണ സംസ്കാരമല്ല, അത് നമുക്ക് ചേർന്നതല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ മരണ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 4-ാം അധ്യായം 1-ാമത്തെ വചനം, തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ദുരാശ മൂലം മുളയെടുക്കുന്നു. ഈ തർക്കങ്ങൾ, ഏറ്റുമുട്ടൽ, ചിലര് ഇതിന് ഫേമസാണ്. ചിലര് എതിരെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ മുമ്പോട്ട് പോകത്തുള്ളൂ. അവർക്കൊരു ശാന്തതയോ അല്ലെങ്കിൽ ക്ഷമിക്കുന്ന ഒരു മനോഭാവമോ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന ആ ഒരു അവസ്ഥയോ അവർക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. അതെല്ലാം മരണ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിച്ച് മരണാനന്തരം നിത്യജീവൻ പ്രാപിക്കേണ്ടവരാണ്. നമുക്ക് ആ മരണ സംസ്കാരമല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യാക്കോബ് 4-3 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായത് നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. നല്ലത് ചോദിച്ചാൽ ദൈവം ഒരിക്കലും നോ പറയത്തില്ല, അത് നടത്തി തന്നിരിക്കും. മൂന്നാമതായി നമ്മൾ കാണുന്നത്, ഈ ദുരാശ പലതരമുണ്ടെന്ന് കർത്താവിന്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-16 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇവ ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവവുമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നതല്ല, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങളാണ്. കണ്ണുകളുടെ ദുരാശ, മെറ്റീരിയലിസം എന്ന് ഇംഗ്ലീഷിൽ പറയാം. പിന്നെ ജഡത്തിന്റെ ദുരാശ, ഹെഡോണിസം എന്ന് ഇംഗ്ലീഷിൽ പറയാം. മൂന്നാമത്തേത് ജീവിതത്തിന്റെ അഹന്ത, അതാണ് ഈഗോയിസം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാശം വിതയ്ക്കുന്ന കാര്യങ്ങളാണ്, ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന കാര്യങ്ങളാണ്. അവര് തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് ദൈവത്തിന് വേണ്ടി നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.